നമസ്കാരം. ജെ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജീന ജോസഫ്. ഒരു സൂര്യകാന്തി പൂവിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കൽ വിശാലമായ ഒരു വയലിൽ സണ്ണി എന്നു പേരുള്ള ഒരു സൂര്യകാന്തി ചെടി ഉണ്ടായിരുന്നു. വളരെ ചടുലമായി നിന്നിരുന്ന മറ്റു സൂര്യകാന്തി പൂക്കളിൽ നിന്ന് അവൾ തീർത്തും വ്യത്യസ്തയായിരുന്നു. പല സമയങ്ങളിലും സണ്ണി വിഷാദിച്ചിരിക്കുന്നതായും സങ്കടപ്പെടുന്നതായും കാണപ്പെട്ടു. അതിനു കാരണം അവളുടെ ദളങ്ങൾ വളരെ മങ്ങിയതാണെന്നും തണ്ട് വളരെ ചെറുതാണെന്നും മുഖമാകട്ടെ വളരെ വിശാലമാണെന്നും അവൾ വിശ്വസിച്ചിരുന്നു. എല്ലാ ദിവസവും രാവിലെ മറ്റു പൂക്കൾ പ്രസന്നമായ പുഞ്ചിരിയോടെയും തിളങ്ങുന്ന നിറത്തോടെയും ഉദയസൂര്യനെ സ്വാഗതം ചെയ്യും. സണ്ണിയാവട്ടെ ഹൃദയഭാരത്തോടെ അവരെ നോക്കിക്കൊണ്ടേയിരിക്കും. അവർക്കുള്ള ആത്മവിശ്വാസവും ആ സന്തോഷവും തനിക്കുമുണ്ടായിരുന്നുവെങ്കിലെന്ന് അവൾ കൊതിച്ചു. ഒരു ദിവസം വളരെ ബുദ്ധിമാനായ ഒരു ഓക്കുമരം സണ്ണിയുടെ ഈ വിഷാദം ശ്രദ്ധിച്ചു. എന്തിനാ സണ്ണി നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ആ ഓക്കുമരം വളരെ സൗമ്യനായി സണ്ണിയോട് ചോദിച്ചു. നീയും മറ്റുള്ളവരെ പോലെ തന്നെ മനോഹരമായ ഒരു സൂര്യകാന്തി ചെടിയല്ലേ? അല്ല, ഞാനല്ല. സണ്ണി ശക്തമായി പ്രതിഷേധിച്ചു. എനിക്ക് മറ്റുള്ളവരെ പോലെ ഉയരമോ തിളക്കമോ ഇല്ല. അത് കേട്ട് ആ ഓക്കുമരം പൊട്ടിച്ചിരിച്ചുകൊണ്ട് സണ്ണിയോട് പറഞ്ഞു, സൗന്ദര്യം എന്നത് ഉയരത്തിലോ തിളക്കത്തിലോ അല്ല സണ്ണി, അത് നിങ്ങൾ ആരാണെന്നതിൽ സന്തോഷം കണ്ടെത്തുന്നതിലാണ്. സണ്ണി, നിങ്ങളുടെ മുഖം തന്നെ നോക്കൂ. അത് എപ്പോഴും സൂര്യന്റെ നേരെയാണ്. എവിടെ പോയാലും അത് സൂര്യനിലേക്ക് മാത്രം തിരിയുന്നു. അത് വളരെ മനോഹരമായ ഒരു ഗുണമാണ്. ഓക്കുമരത്തിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ സണ്ണി സ്വയം ചിന്തിച്ചു. ഇരുളടഞ്ഞ സമയത്തും തന്നിൽ സന്തോഷിക്കാനുള്ള അതുല്യമായ ഒരു കഴിവുണ്ടെന്ന് സണ്ണി തിരിച്ചറിഞ്ഞു. പിന്നീട് ഒരിക്കലും അവൾ അവളുടെ കുറവുകളിൽ ശ്രദ്ധിച്ചില്ല. സണ്ണിയുടെ സ്വഭാവം മാറിയോടുകൂടി അവളുടെ രൂപവും മാറി തുടങ്ങി. അവളുടെ ഇതളുകൾ തിളങ്ങാനും തണ്ട് ഉയരത്തിൽ വളരാനും ആരംഭിച്ചു. അവളുടെ മുഖത്താകട്ടെ ഒരു പുതിയ സന്തോഷം പ്രസരിച്ചു. മറ്റു പൂക്കൾ ഈ പരിവർത്തനം ശ്രദ്ധിക്കുകയും സണ്ണിയുടെ പോസിറ്റീവ് സ്പിരിറ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും ചെയ്തു. എന്താണ് ഈ സൂര്യകാന്തി പൂവ് നമ്മെ പഠിപ്പിക്കുന്നത്? സന്തോഷം എന്നത് പൂർണ്ണതയല്ല, മറിച്ച് ഒരുവൻ അവന്റെ അപൂർണതകളെ ഉൾക്കൊണ്ട് അതിൽ സന്തോഷിക്കുക എന്നതാണ്. ഇരുണ്ട ദിവസങ്ങളിൽ പോലും സൂര്യനിലേക്ക് തിരിയുന്നത് പോലെ തനിക്കുള്ളിൽ സന്തോഷവും സൗന്ദര്യവും കണ്ടെത്താൻ കഴിയുമെന്ന് അവൾ കണ്ടെത്തി. അങ്ങനെ ഒരിക്കൽ ഇരുണ്ടതായി തോന്നിയ സൂര്യകാന്തി പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും പ്രതീകമായി മാറുകയും അങ്ങനെ സന്തോഷം എപ്പോഴും സാധ്യമാകുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഓരോ കഥയിൽ നിന്നും ഓരോ ആളുകൾക്കും കിട്ടുന്ന ആശയങ്ങൾ വ്യത്യസ്തമാണ്. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ആശയം എന്താണെന്ന് ദയവായി കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി. വീണ്ടും കാണാം.